എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് വികാസ് എന്നാണ്. ഞാൻ യു.എയിൽ നിന്നാണ് സംസാരിക്കുന്നത്. വളരെ യാദൃശ്ചികമായിട്ടാണ് മീനാക്ഷി മാമിൻ്റെ കർമ്മ കോഴ്സിനെക്കുറിച്ച് അറിയാനും അതിൽ പങ്കെടുക്കാനും ഉള്ളൊരു ഭാഗ്യം ലഭിച്ചത്. ഭാഗ്യം എന്ന് തന്നെ ഞാൻ പറയും. 5 ദിവസത്തെ ഒരു കോഴ്സായിരുന്നു. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ എപ്പോഴും കർമ്മയെക്കുറിച്ചൊക്കെ പറയാറുണ്ട്. ഒരു ഉപരിതലത്തിൽ കൂടെ പറഞ്ഞു പോകുന്നു എന്നുള്ളതല്ലാതെ അധികം അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ആരും പൊതുവെ പോകാറില്ലല്ലോ. നമ്മളതിനെക്കുറിച്ചൊന്നും സംസാരിക്കാറില്ല. പക്ഷേ ഈ ഒരു ക്ലാസ് മാമിൻ്റെ അടുത്ത് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇത് നമ്മുടെ ലൈഫിൽ എത്രമാത്രം സ്വാധീനം ചെലുത്തുന്ന ഒരു കാര്യമാണ് എന്നുള്ളതിനെ പറ്റി ഒരു കൃത്യമായ ഒരു ഐഡിയ കിട്ടിയത്. ഇപ്പോൾ മാമിൻ്റെ ക്ലാസ് അത്രയ്ക്ക് വളരെ സിമ്പിളായിരുന്നു. ഒരുപാട് ഉദാഹരണങ്ങൾ, അത് നമ്മളൊരു ഇൻട്രാക്റ്റീവ് മോഡിലായതുകൊണ്ട് എന്ത് സംശയം ചോദിച്ചാലും അതിന് അപ്പോൾ തന്നെ അതിനുള്ള ഉത്തരം നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു വേറിട്ടൊരു അനുഭവമായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. ലൈഫിനെ മറ്റൊരു രീതിയിൽ കാണാൻ, ചെയ്തിരുന്ന ഒരുപാട് മണ്ടത്തരങ്ങൾ അതിൽ നിന്നും നമ്മൾ ശരിയായ ഒരു ദിശയിലേക്ക് ലൈഫിനെ കൊണ്ടുപോകാനായിട്ട് നമ്മളുടെ ചിന്തകളും പ്രവൃത്തികളും വാക്കുകളും ഒക്കെ എങ്ങനെ നമ്മൾ ക്രമീകരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ളൊരു ഐഡിയ കിട്ടി. ഇപ്പോൾ ഒരുപാട് പ്രാക്ടീസുകൾ തന്നിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട മെഡിറ്റേഷൻ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഒരു സപ്പോർട്ടിനായിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇതിൻ്റെ എല്ലാം മെറ്റീരിയൽസ് ഓപ്പണായിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അത്രയും നല്ല രീതിയിൽ ഈ ഒരു വിഷയത്തെപ്പറ്റി മനസ്സിലാക്കി തന്നതിന് ഒരുപാട് നന്ദി. തീർച്ചയായിട്ടും ഞാൻ ഈ ഒരു കോഴ്സ് നിങ്ങൾ ഓരോരുത്തർക്കും മാം തന്നെ പറയുന്നൊരു കാര്യമാണ്, ഈ ഒരു കോഴ്സ് മാത്രം ചെയ്യണം എന്ന് ഞാൻ എല്ലാവരോടും പറയാറുണ്ട്. കാരണം നമ്മുടെ ലൈഫിൽ അതിന് അത്രത്തോളം സ്വാധീനം ചെലുത്താനായിട്ട് സാധിക്കും. അപ്പം സാധിക്കുമെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും ഈ ഒരു 5 ദിവസത്തെ കോഴ്സ് ചെയ്യണം എന്ന് തന്നെ ഞാൻ പറയും. എനിക്കത് ധൈര്യപൂർവ്വം റെക്കമെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാനും എൻ്റെ ലൈഫിൽ അതിനെ ഒന്ന് ചിട്ടപ്പെടുത്താനും എനിക്ക് ഈ ഒരു കോഴ്സ് ഒരുപാട് ഗുണം ചെയ്തു. നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്.